എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കാണിക്കുന്നത്. ഒരു ലഡു ആണിത്. നിലക്കടല വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. ഇതിനായിട്ട് ആദ്യമേ 1 കപ്പ് നിലക്കടല അഥവാ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. എങ്കിലേ ഈ ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച ചൊവ ഉണ്ടാവും. പിന്നെ നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണമെങ്കിൽ നല്ലതുപോലെ മൂത്ത് വരണം. കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഇതാ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. അപ്പം നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റും കൂടെ ഈ ചട്ടിയിൽ തന്നെ വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കടലയെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം ഇനി നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ ഒന്ന് തിരുമ്മി കളഞ്ഞെടുത്താൽ മതി. ഒരു മുറം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ടൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം പേറ്റി എടുത്താൽ മതി. അപ്പം എൻ്റെ അതെടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തിരുമ്മി സ്കിന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് പൊടിച്ചൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിനിരിക്കണം. ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് നല്ല തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൂടെ പൊടിച്ചെടുക്കാനുണ്ട്. 1 കപ്പ് കപ്പലണ്ടിക്ക് 1 കപ്പ് ശർക്കര, അതാണ് അളവ്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. ഈ 1 കപ്പ് ശർക്കര ഇതിൽ നല്ല മധുരം തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഓവർ മധുരമായി പോവും. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കുന്നത് ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് ലഡു നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ശർക്കരയിലും അതുപോലെ തന്നെ നിലക്കടലയിലും ഉപ്പില്ലാത്തത് വേണം എടുക്കാനായിട്ട്. ഉപ്പുള്ളതാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കൈക്ക് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ പൊടിയൊക്കെ നനക്കുന്ന പോലെ ഇതുപോലെ തിരുമ്മി എടുക്കണം. മധുരം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും നമ്മൾ ഷേപ്പ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് 2 കൈയും കൂടി വെച്ച് ഷേപ്പ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണിത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.